നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. മലപ്പുറത്ത് പേവിഷബാധയേറ്റ 5.5 വയസ്സുകാരി മരിച്ചത് മലപ്പുറം പെരുവള്ളൂർ സ്വദേശി ഫാരിസ. മരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ കുഞ്ഞിന് പേവിഷബാധ സ്ഥിരീകരിച്ചത് പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷം. കുട്ടിക്ക് തെരുവുനായയുടെ കടിയേറ്റത് മാർച്ച് 29. പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരർക്കായി തെരച്ചിൽ തുടർന്ന് സൈന്യം. ആക്രമണം നടത്തിയ ഭീകരർ നുഴഞ്ഞുകയറിയത് 1.5 വർഷം മുൻപെന്ന് സൂചന. ഭീകരരെത്തിയത് അന്താരാഷ്ട്ര അതിർത്തിയിലെ മുള്ളുവേലി മുറിച്ചു കടന്നു. പാക് ഭീകരരായ അലിഭായ്, ഹാഷിം മൂസ എന്നിവരെ ദൃക്സാക്ഷികൾ തിരിച്ചറിഞ്ഞു. അബദ്ധത്തിൽ അതിർത്തി കടന്ന BSF ജവാനെ വിട്ടു നൽകാതെ പാകിസ്ഥാൻ. കൊച്ചിയിൽ കഞ്ചാവുമായി പിടിയിലായ റാപ്പ് ഗായകൻ വേടൻ പിടിയിലായ കേസിന്റെ FIRലെ വിവരങ്ങൾ പുറത്ത്. പോലീസ് എത്തുമ്പോൾ വേടനും സംഘവും തീന്മേശയ്ക്ക് ചുറ്റുമിരുന്ന് കഞ്ചാവ് വലിക്കുകയായിരുന്നുവെന്ന് FIR. മുറി നിറയെ പുകയും രൂക്ഷഗന്ധവുമായിരുന്നെന്നും FIRൽ. അതേസമയം മാലയിൽ പുലിപ്പല്ല് ഉപയോഗിച്ചതിന് വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്ത വേടനെ ഇന്ന് പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കും. ലോക്കറ്റ് ആരാധകൻ സമ്മാനിച്ചതെന്ന് വേടന്റെ മൊഴി. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഇന്നും ചോദ്യം ചെയ്യൽ. റിയാലിറ്റി ഷോ താരം ജിൻഡോ, സിനിമാ നിർമ്മാതാവിന്റെ സഹായി ജോഷി എന്നിവർക്ക് ഹാജരാകാൻ എക്സൈസ് നോട്ടീസ്. ചോദ്യം ചെയ്യുന്നത് തസ്ലീമയുമായി ഇരുവർക്കുമുള്ള സാമ്പത്തിക ഇടപാട് ഏത് തരത്തിലാണെന്ന് വ്യക്തത വരുത്താൻ. കേസിൽ സംശയനിഴലിലായിരുന്ന സിനിമാ നടന്മാർക്കും മോഡലിനും ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട ഒന്നും അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായില്ല. നടന്മാരായ ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ, മോഡലായ സൗമ്യ എന്നിവരെ ഇന്നലെ ചോദ്യം ചെയ്തത് 12 മണിക്കൂർ. കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്ത സംഭവത്തിൽ 4 വിദ്യാർത്ഥികളെ ഔദ്യോഗികമായി പുറത്താക്കി കോളേജ്. പുറത്താക്കിയത് ആകാശ്, ആദിത്യൻ, അഭിരാജ്, അനുരാജ് എന്നീ വിദ്യാർത്ഥികൾ. തൃശൂരിൽ ലോറിയിൽ കടത്തുകയായിരുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടി. 60 ലക്ഷത്തോളം രൂപ വില വരുന്ന പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. ലോറി ഓടിച്ചിരുന്ന മണ്ണാർക്കാട് സ്വദേശി സന്ദീപിനെ കസ്റ്റഡിയിലെടുത്തു. പേരാമംഗലം പോലീസും ഡാൻസർ സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ലോറി പിടികൂടിയത്. ചലച്ചിത്രകാരൻ ഷാജി N. കരുണിന് വിട നൽകാൻ കലാകേരളം. രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരം കലാഭവനിൽ പൊതുദർശനം. സംസ്കാരം വൈകിട്ട് 4 മണിക്ക് ശാന്തി കവാടം. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കോടതി വിധി ഇന്ന്. വിദ്യാർത്ഥിയെ കാറിടിച്ച് കൊലപ്പെടുത്തിയത് ബന്ധുവായ പ്രിയരഞ്ജൻ. കൊലപാതക കാരണം ക്ഷേത്രമതിലിൽ മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്തതിലുള്ള പകയിൽ. തിരുവനന്തപുരം നന്തങ്കോട് കൂട്ടക്കൊലക്കേസിൽ വിധി മെയ് 6. കേസിന്റെ വിചാരണ പൂർത്തിയായി. കേഡൽ ജിൻസൺ രാജയാണ് ഏകപ്രതി. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കുടുംബാംഗങ്ങളുമായുള്ള വ്യക്തിവിരോധം കാരണം അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ബന്ധുവായ സ്ത്രീയെയും കേഡൽ ജിൻസൺ രാജ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കോഴിക്കോട് പുതുപ്പാടിയിൽ ആദിവാസി സ്ത്രീയെ വീട്ടിൽ കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രതിയെ റിമാൻഡ് ചെയ്തു. പുതുപ്പാടി കക്കാട് സ്വദേശി മലയിൽ പറമ്പ് ലത്തീഫിനെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. താമരശ്ശേരി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇയാളെ റിമാൻഡ് ചെയ്തത്. കോട്ടയം ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനത്ത് യുവതിയെ വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃക്കൊടിത്താനം സ്വദേശി മല്ലികയെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ഭർത്താവ് അനീഷിനെ തൃക്കൊടിത്താനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിങ്കളാഴ്ച വീടിനുള്ളിലെ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. കാനഡയിൽ ഇന്ത്യൻ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പഞ്ചാബ് സ്വദേശിയായ വൻഷികയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണകാരണം വ്യക്തമല്ല. സംഭവത്തിൽ കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അനുശോചനം രേഖപ്പെടുത്തി. 2.5 വർഷം മുമ്പാണ് വൻഷിക കാനഡയിലെത്തിയത്. കർണാടകയിലെ കൊളാറിൽ ബെറ്റ് വെച്ച് മദ്യപിച്ച യുവാവിന് ദാരുണാന്ത്യം. കൊളാർ സ്വദേശി കാർത്തിക്കാണ് മരിച്ചത്. 5 കുപ്പി മദ്യം വെള്ളം തൊടാതെ കുടിച്ചാൽ 10,000 രൂപ തരാമെന്നായിരുന്നു വാഗ്ദാനം. വെല്ലുവിളി ഏറ്റെടുത്ത് കാർത്തിക് അളവിലധികം മദ്യം കഴിച്ചു. മദ്യം ശരീരത്തിൽ പ്രവേശിച്ചതോടെ കാർത്തികിന്റെ ആരോഗ്യം വഷളാവുകയും കുഴഞ്ഞു വീഴുകയുമായിരുന്നു.
തൃശൂർ പൂരത്തിന് ഇത്തവണ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിക്കില്ല. പിന്മാറാൻ കാരണം ആന വരുമ്പോൾ തിരക്ക് കൂടുന്നതും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതുമെന്ന് തെച്ചിക്കോട്ടുകാവ് ദേവസ്വം. രാമചന്ദ്രൻ കഴിഞ്ഞ നെയ്ത്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയിരുന്നു. നെയ്ത്തലക്കാവ് ഘടകപൂരമാണ് ഏറ്റവും അവസാനം വടക്കുംനാഥ ക്ഷേത്രത്തിൽ പ്രവേശിക്കുക. ശേഷം രാമചന്ദ്രൻ മടങ്ങിപ്പോകാൻ ജനത്തിരക്ക് മൂലം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. നേരത്തെ പൂരവിളംബരത്തിൽ നിന്നും ആനയെ മാറ്റി നിർത്തി. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രതി നാരായണദാസ് പിടിയിൽ. നാരായണദാസ് പിടിയിലായത് ബംഗളൂരുവിൽ നിന്ന്. അറസ്റ്റിൽ സന്തോഷമുണ്ടെന്ന് ഷീല സണ്ണി. കണ്ണൂർ ചെറുപുഴ മുനയംകുന്നിൽ അനധികൃതമായി പ്രവർത്തിച്ചു വന്ന മസാജ് സെന്ററിൽ വനിതാ തെറാപ്പിസ്റ്റുകൾക്ക് തൊഴിൽ പീഡനമെന്ന് പരാതി. പരാതിയുമായി എത്തിയത് തിരുവനന്തപുരം സ്വദേശിനി. തൊഴിൽ പീഡനം, ആഹാരമില്ല, പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ലെന്നുമാണ് ഉയരുന്ന പരാതി. ആലപ്പുഴ ബുധനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണത്തിൽ വ്യാപക നാശനഷ്ടം. സ്കൂളിലെ കുടിവെള്ള വിതരണ പൈപ്പിന്റെ 10ഓളം ടാപ്പുകൾ നശിപ്പിച്ചു. 10 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച പ്രീ പ്രൈമറി വർണ്ണക്കൂടാരത്തിന്റെ ബോർഡുകൾ, സ്കൂൾ നോട്ടീസ് ബോർഡ്, പോസ്റ്റർ എന്നിവയും നശിപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ സ്കൂളിലെത്തിയ ജീവനക്കാരാണ് നാശനഷ്ടങ്ങൾ കണ്ടത്. ഇതിനെതിരെ PTA എക്സിക്യൂട്ടീവ് പ്രതിഷേധം രേഖപ്പെടുത്തുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. വയനാട് കൽപ്പറ്റയിൽ 3 ആഴ്ചയായി അടച്ചിട്ട നഗരസഭയ്ക്ക് കീഴിലെ ശുചിമുറി പ്രവർത്തനം ആരംഭിച്ചു. കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ശുചിമുറിയാണ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരുന്നത്. ശുചിമുറിയിൽ നിന്നുമുള്ള മലിനജലം റോഡിലേക്ക് ഒഴുകുന്നതിൽ പ്രതിഷേധം ശക്തമായതോടെയാണ് ശുചിമുറി അടച്ചിട്ടത്. തുടർന്നാണ് ശുചിമുറിയിലെ തകരാറുകൾ പരിഹരിച്ച് പൊതുജനങ്ങൾക്ക് വീണ്ടും തുറന്നുകൊടുത്തത്. പാലക്കാട് കൂടല്ലൂരിലെ കൂമൻതോടിന്റെ പാർശ്വഭിത്തി നിർമ്മാണം ആരംഭിച്ചു. 2018 പ്രളയത്തെ തുടർന്നാണ് സംരക്ഷണ ഭിത്തി തകർന്നത്. ഇതോടെ അപകട സാധ്യതയും ഗതാഗതക്കുരുക്കും രൂക്ഷമായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം പാർശ്വഭിത്തിയുടെ നിർമ്മാണം ആരംഭിച്ചതോടെ പ്രദേശവാസികളുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത്. കണ്ണൂർ പെരിങ്ങത്തൂർ വൈദ്യുതി സെക്ഷൻ ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റി. മേക്കുന്ന് റോഡിൽ ഗുരുജിമുക്കിൽ പ്രവർത്തിച്ചു വന്ന പെരിങ്ങത്തൂർ വൈദ്യുതി സെക്ഷൻ ഓഫീസിന്റെ പ്രവർത്തനമാണ് കടവത്തൂർ റോഡിൽ ടാർജറ്റ് കോംപ്ലക്സിലേക്ക് മാറ്റിയത്. കൂടുതൽ സൗകര്യങ്ങളുള്ള കെട്ടിടമാണ് സജ്ജമായത്. KP മോഹനൻ MLA പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ വെട്ടിയാറിൽ ഹിമാലയവും എവറസ്റ്റ് ബേസ് ക്യാമ്പും കീഴടക്കി അഭിമാന നേട്ടം കൈവരിച്ച വ്യാപാരിയും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകനുമായ മോൻസി ജോണിനെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാങ്കാങ്കുഴി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മോൻസി ജോണിനുള്ള ഉപഹാര സമർപ്പണം സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിച്ചു. പാലക്കാട് ഓങ്ങല്ലൂരിനെ ഗുരുതര ആരോഗ്യ ഭീഷണിയിലാക്കി വീണ്ടും മാലിന്യ കൂമ്പാരം. പഞ്ചായത്തിലെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് വാടാനംകുറിശ്ശിയിൽ വൻതോതിൽ കുന്നുകൂട്ടിയിട്ടുള്ളത്. 1 മാസം മുൻപാണ് ഓങ്ങല്ലൂരിൽ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപനം നടന്നത്. മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിലാണ് അധികൃതരുടെ ഈ അനാസ്ഥ. തൃശൂർ കുന്നംകുളത്ത് ഇടിമിന്നലിൽ ട്രാൻസ്ഫോമറിന് തീ പിടിച്ചു. വടക്കാഞ്ചേരി റോഡിലെ ഗുഡ് ഷെപ്പേർഡിന് മുന്നിലുള്ള ട്രാൻസ്ഫോമറാണ് കത്തിയത്. മേഖലയിൽ ശക്തമായ മഴയും ഇടിയും മിന്നലും അനുഭവപ്പെട്ടതാണ് കാരണം. കുന്നംകുളത്ത് നിന്നും ഫയർഫോഴ്സ് എത്തി തീയണം. തൃശൂർ പാലിയേക്കരയിൽ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഗതാഗതക്കുരുക്കിനെ തുടർന്നാണ് നടപടി. നാഷണൽ ഹൈവേ 544-ൽ ചിറങ്ങര അടിപ്പാത നിർമ്മാണ സ്ഥലത്തും പരിസരത്തും സ്ഥിരം ഗതാഗതക്കുരുക്കാണെന്ന പരാതി വ്യാപകമായതോടെയാണ് നടപടി. കണ്ണൂർ ചൊക്ലി VP ഓറിയന്റൽ ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ 2 ദിവസത്തെ മെഗാ അലുമിനി മീറ്റിന് തുടക്കമായി. പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ ടീച്ചർ ഉദ്ഘാടനം. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുടെ അക്കാദമിക് ഇതര കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുതിയ അധ്യയന വർഷം മുതൽ സൂംബ ഡാൻസ് പരിശീലനം നൽകും. ഔദ്യോഗിക ഉദ്ഘാടനം ഏപ്രിൽ 30-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും.
ഹോട്ടലുകൾക്ക് റേറ്റിംഗ് നൽകി പണമുണ്ടാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ പ്രതി പിടിയിൽ. ഷൊർണൂർ സ്വദേശിയിൽ നിന്ന് 28.27 ലക്ഷം രൂപ തട്ടിയ പ്രതിയെ പാലക്കാട് സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട് കൃഷ്ണഗിരി കാവേരിപ്പട്ടണം അരവിന്ദനാണ് പിടിയിലായത്. യുക്രൈനിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് റഷ്യ. മെയ് 8-10 തീയതികളിലാണ് വ്ളാഡിമിർ പുടിൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. റഷ്യ നാസി ജർമ്മനിക്കെതിരായ വിജയദിനം ആഘോഷിക്കുന്ന മെയ് 8-10 തീയതികളിലാണ് യുക്രൈനിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ റഷ്യൻ പാർലമെന്റ് പ്രഖ്യാപിച്ചത്. മെയ് 8 അർദ്ധരാത്രിയിൽ വെടിനിർത്തൽ ആരംഭിച്ച് മെയ് 10 വരെ നീണ്ടുനിൽക്കും. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയുടെ കസ്റ്റഡി കാലാവധി നീട്ടി ഡൽഹി കോടതി. 12 ദിവസത്തെ കസ്റ്റഡി ആവശ്യം അംഗീകരിച്ചു. ഡൽഹി പട്യാല ഹൗസ് NIA കോടതിയുടേതാണ് ഉത്തരവ്. US ഒപ്പുവെക്കുന്ന ആദ്യ വ്യാപാര കരാറുകളിൽ ഇന്ത്യയും. US-ന്റെ പല ട്രേഡിംഗ് പാർട്ട്ണർമാരും US താരിഫ് ഒഴിവാക്കാൻ വളരെ നല്ല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും അത്തരത്തിൽ ഒപ്പുവെക്കുന്ന ആദ്യ കരാറുകളിൽ ഒന്ന് ഇന്ത്യയുമായിട്ടുള്ളതായിരിക്കുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ പറഞ്ഞു. യൂറോപ്പിനെ വലച്ച വൈദ്യുതി തടസ്സം. സ്പെയിൻ, പോർച്ചുഗൽ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെട്ടത് വൻ ഗതാഗത കുരുക്കിനും വിമാന സർവീസുകൾ ഉൾപ്പെടെയുള്ളവ തടസ്സപ്പെടുന്നതിനും കാരണമായി. പോർച്ചുഗലിൽ വൈദ്യുതി വിതരണം സാധാരണ നിലയിലെത്തിക്കാൻ ഒരാഴ്ചയെങ്കിലും എടുക്കുമെന്ന് വൈദ്യുതി വിതരണ ശൃംഖലയായ റെൻ പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ തീരുമാനിക്കാനുള്ള കോൺക്ലേവ് മെയ് 7 തുടങ്ങും. വത്തിക്കാനിൽ ചേർന്ന കർദിനാൾമാരുടെ യോഗത്തിലാണ് തീരുമാനം. കമർലങ്കോ കർദിനാൾ കെവിൻ ഫാരലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. 135 കർദിനാൾമാർക്കാണ് കോൺക്ലേവിൽ വോട്ടവകാശമുള്ളത്. കർദിനാൾ ക്ലിമ്മിസ് കാതോലിക്ക ബാവ, കർദിനാൾ ജോർജ് കുവക്കാട് അടക്കം ഇന്ത്യയിൽ നിന്ന് 4 കർദിനാൾമാർ കോൺക്ലേവിൽ പങ്കെടുക്കും. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ച മാള സ്വദേശി രഞ്ജിത്തിന്റെ മരണത്തിൽ ദുരൂഹതയാരോപിച്ച് കുടുംബം. സംഭവത്തിൽ പിതാവ് രവിയുടെ പരാതിയിൽ മാള പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഏപ്രിൽ 8 രഞ്ജിത്തിനെ മാളയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഉത്തർപ്രദേശിൽ മണ്ണിടിച്ചിലിൽ 5 സ്ത്രീകൾ മരിച്ചു. 2 സ്ത്രീകൾക്ക് പരിക്ക്. മരിച്ചവരിൽ 2 കൗമാരക്കാരും. കൗസംബി ജില്ലയിലെ തിക്കാർദി ഗ്രാമത്തിലാണ് അപകടം. വീട് നിർമ്മാണത്തിന് വേണ്ടി ഇഷ്ടികയ്ക്കുള്ള മണ്ണ് കുഴിച്ചെടുക്കുന്നതിനിടെയാണ് അപകടം. 5 പേരും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഗവർണർമാരെ മുഖ്യമന്ത്രി വിരുന്നിന് ക്ഷണിച്ച കാര്യത്തിൽ കോൺഗ്രസ് പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ സമയമില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ. ഭീകരവാദികളെ ന്യായീകരിക്കുന്നവരാണ് കോൺഗ്രസ് നേതാക്കളെന്നും രാജീവ് ചന്ദ്രശേഖർ. കോഴിക്കോട് കൊടുവള്ളിയിൽ വിവാഹ സംഘത്തെ ആക്രമിച്ച ഗുണ്ടകളെ പിടികൂടിയത് അതിസാഹസികമായി. അറസ്റ്റിലായ ആട് ഷമീറും സംഘവും കൊട്ടേഷനായി പോവുകയായിരുന്നുവെന്ന് പോലീസ്. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസിന് നേരെയും സ്ഫോടക വസ്തു ഇറങ്ങി. സിനിമയിലെ ലഹരി ഉപയോഗത്തിൽ നടപടി ശക്തമാക്കാൻ പോലീസ്. കൊച്ചിയിലെ സിനിമാ സെറ്റുകളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. പരിശോധന പോലീസും എക്സൈസും NCBയും സംയുക്തമായി. തീരുമാനം സിനിമാക്കാർ പ്രതിയാകുന്ന കേസുകൾ കൂടിയ സാഹചര്യത്തിലെന്ന് കമ്മീഷണർ. കോട്ടയം ചങ്ങനാശ്ശേരിക്ക് സമീപം തൃക്കൊടിത്താനത്ത് യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃക്കൊടിത്താനം സ്വദേശി മല്ലികയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബോംബ് ഭീഷണിയിൽ വലഞ്ഞ തലസ്ഥാനം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ക്ലിഫ് ഹൗസിലും ബോംബ് ഭീഷണി. ധനകാര്യ സെക്രട്ടറിയുടെ ഇമെയിലിലേക്കാണ് സന്ദേശം എത്തിയത്. ഗതാഗത കമ്മീഷണറുടെ ഓഫീസിലും ഭീഷണി സന്ദേശം. കോഴിക്കോട് കല്ലാച്ചിയിൽ യുവാവിന് വെട്ടേറ്റു. കല്ലാച്ചി കണിയാങ്കണ്ടി സ്വദേശി രാജീഷിനാണ് വെട്ടേറ്റത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ 17-കാരൻ അറസ്റ്റ്. കോഴിക്കോട് പാലക്കോട്ട് വയൽ സ്വദേശി സൂരജിനെ സംഘം ചേർന്ന് മർദ്ദിച്ചു കൊന്ന കേസിൽ 8 പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കേസെടുത്തത് 18 പേർക്കെതിരെ. കൂടുതൽ പേരുടെ പങ്കാളിത്തം പരിശോധിക്കും.
കാസർഗോഡ് മഞ്ചേശ്വരം ബാക്രബയലിൽ യുവാവിന് അജ്ഞാതന്റെ വെടിയേറ്റു. ബാക്രബയൽ സ്വദേശി സവാദിനാണ് വെടിയേറ്റത്. സവാദ് ബൈക്കിൽ പോകുമ്പോൾ കുറ്റിക്കാട്ടിനുള്ളിൽ വെളിച്ചം കണ്ടു നിർത്തി അന്വേഷിക്കുമ്പോഴാണ് വെടിയേറ്റത്. സംസ്ഥാനത്ത് കോളറ കേസുകൾ വർദ്ധിക്കുന്നുവെന്ന് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട്. 8 വർഷത്തിനിടെ ആദ്യമായി സംസ്ഥാനത്ത് കോളറ മരണം റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം കോളറ ബാധിച്ച് മരിച്ചത് കവടിയാർ സ്വദേശിയായ 63. CPIഎമ്മിന്റെ ഭീകരവിരുദ്ധ സദസ്സിനെതിരെ BJP ഉപാധ്യക്ഷൻ ശോഭാ സുരേന്ദ്രൻ. ആർട്ടിക്കിൾ 360 എടുത്തു കളഞ്ഞതിന്റെ വേദനയിലാണ് പെഹൽഗാം ആക്രമണം ഉണ്ടായതെന്നാണ് MA ബേബി പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഭീകരവിരുദ്ധ സദസ്സ് നടത്താൻ എന്ത് യോഗ്യതയാണ് CPIഎമ്മിനുള്ളതെന്ന് MV ഗോവിന്ദൻ വിശദീകരിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ. CPIഎമ്മിനെ രൂക്ഷമായി വിമർശിച്ച് വട്ടംകുളം 14 വാർഡ് മെമ്പർ ES സുകുമാരൻ. പാർട്ടിക്കുള്ളിൽ നിന്നും ഒരു നീതിയുമില്ലാത്ത സമീപനമാണ് ഉണ്ടായതെന്നും അത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും ES സുകുമാരൻ. CATU ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന ES സുകുമാരനെ കഴിഞ്ഞ ആഴ്ചയാണ് ജോലിയിൽ നിന്ന് പിരിച്ചത്. മാത്യു തോമസ്, ശ്രീനാഥ് ഭാസി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഉടുമ്പൻചോല വിഷൻ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കി. അൻവർ റഷീദിന്റെ സഹസംവിധായകനായിരുന്ന സലാം ബുഖാരിയുടെ ആദ്യ സംവിധാന ചിത്രമാണ് ഉടുമ്പൻചോല വിഷൻ. ഒരു ഓഫീസ് ചെയറിൽ കോട്ടിട്ട് പുറംതിരിഞ്ഞിരിക്കുന്ന കുറുക്കനെ കാണിച്ചുകൊണ്ടാണ് പോസ്റ്റർ കാണികൾക്ക് മുമ്പിലെത്തിയിരിക്കുന്നത്. ദിലീപ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പുതിയ പോസ്റ്റർ റിലീസ് ചെയ്തു. ദിലീപ് തന്നെയാണ് പോസ്റ്ററിലുള്ളത്. ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിക്കുന്നത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ആണ്. മെയ് 9 ചിത്രം തിയേറ്ററുകളിലെത്തും. വധശ്രമ കേസിലെ ശിക്ഷാവിധിക്ക് ശേഷം കോടതിയിൽ ഹാജരാകാതെ ഒളിവിൽ പോയ പ്രതി പിടിയിൽ. മന്നംപറമ്പിൽ വീട്ടിൽ സന്ദീപാണ് പിടിയിലായത്. സന്ദീപിനെ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ 2015-16 വർഷങ്ങളിൽ വധശ്രമ കേസുകളും 2019-2022 വർഷങ്ങളിൽ അടിപിടി കേസുകളും അടക്കം 5 ക്രിമിനൽ കേസുകളും. ഇടുക്കി വട്ടവട ചിലന്തിയാറിൽ 96 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി നശിപ്പിച്ച എക്സൈസ് സംഘം. മൂന്നാർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ GR അനിൽകുമാറും സംഘവും ഇടുക്കി എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. മലപ്പുറം കൊട്ടക്കുന്ന് മെയ് 7 മുതൽ 13 വരെ എൻ്റെ കേരളം പ്രദർശന വിപണന മേള നടക്കും. ഇതിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി V അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂട്ടറിന് തീ പിടിച്ചു. കോഴിക്കോട് കൂരാച്ചുണ്ടിലാണ് സംഭവം. അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായി കത്തി നശിച്ചു. ആളപായമില്ല. തീപിടുത്തത്തിന്റെ ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. പത്തനംതിട്ട തിരുവല്ലയിൽ ടിപ്പർ ലോറിക്ക് പിന്നിലിടിച്ച ടോറസ് കത്തി നശിച്ചു. മനക്കച്ചിറ പെട്രോൾ പമ്പിന് സമീപമായിരുന്നു സംഭവം. കോഴഞ്ചേരി ഭാഗത്തു നിന്നും മെറ്റൽ കയറ്റിക്കൊണ്ടുവന്ന ഉത്തർപ്രദേശ് രജിസ്ട്രേഷനിലുള്ള ടോറസ് ലോറിയാണ് കത്തി നശിച്ചത്. മലപ്പുറം കുറ്റിപ്പുറത്ത് 2 വീടുകളിൽ മോഷണം. തയ്യൽ വളപ്പിൽ ഷമീർ, മുഹമ്മദ് എന്നിവരുടെ വീടുകളിലാണ് മോഷണം നടന്നത്. അരപ്പവൻ സ്വർണവും 28,000 രൂപയുമാണ് മോഷണം പോയത്. സംഭവത്തിൽ കുറ്റിപ്പുറം പോലീസ് അന്വേഷണം ആരംഭിച്ചു. മലപ്പുറത്ത് SSF വളാഞ്ചേരി ഡിവിഷന്റെ നേതൃത്വത്തിൽ സമ്മേളനം സംഘടിപ്പിക്കും. ലഹരി വിരുദ്ധ സമരത്തിന്റെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഡിവിഷൻ സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ഉപാധ്യക്ഷൻ PSK ദാരിമി എടയൂർ ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ CPI വെങ്കിടങ്ങ് ലോക്കൽ പ്രതിനിധി സമ്മേളനം നടന്നു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ പുതിയ സെക്രട്ടറിയായി CR ദിലീപിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി CP ജോൺസണെയും തെരഞ്ഞെടുത്തു. തൃശൂർ അരിമ്പൂരിൽ ആൾ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ 25ാം സമ്മേളനം നടന്നു. ചടങ്ങ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി കേരളത്തിൽ തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് AKTA എന്ന സംഘടനയ്ക്ക് കിട്ടിയ വലിയ അംഗീകാരമാണെന്ന് മന്ത്രി പറഞ്ഞു. AKTA സംസ്ഥാന ജനറൽ സെക്രട്ടറി NC ബാബു സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു.
ഇടുക്കി മാങ്കുളത്ത് നിയന്ത്രണം വിട്ട ട്രാവലർ മറിഞ്ഞ് അപകടം, നിരവധി പേർക്ക് പരിക്കേറ്റു. ആനക്കുളം പേമരം വളവിൽ വിനോദസഞ്ചാരികളുമായി എത്തിയ ട്രാവലറാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ആരുടെയും പരിക്ക് ഗുരുതരമായി. തൃശൂർ പാവറട്ടിയിൽ ദേവസൂര്യ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. 24ാം വാർഷിക ആഘോഷവേളയിൽ മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം നിർവഹിച്ചു. വ്യത്യസ്തങ്ങളായ 25 കർമ്മ പരിപാടികൾക്കാണ് ദേവസൂര്യ ഈ 25ാം വർഷത്തിൽ പദ്ധതിയിട്ടിരിക്കുന്നത്. തൃശൂർ പഴുവിൽ മാധവമാരാർ സ്മാരക സ്കന്ദ പുരസ്കാരം സമ്മാനിച്ചു. അന്തിക്കാട് കൃഷ്ണപ്രസാദ്, വെള്ളാങ്കല്ലൂർ അനൂപ് എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായവർ. കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ KK വിഷ്ണുഭാരതീയ സ്വാമി പുരസ്കാരം സമ്മാനിച്ചു. പഴുവിൽ മാധവമാരാരുടെ സ്മരണം നിലനിർത്തുന്നതിനായി അദ്ദേഹത്തിന്റെ കുടുംബം ഏർപ്പെടുത്തിയതാണ് പുരസ്കാര ചടങ്ങ്. ആലപ്പുഴ തലവടിയിൽ സുഭിക്ഷ കേരളം പദ്ധതി വിളവെടുപ്പ് നടന്നു. പദ്ധതിയുടെ ഭാഗമായി നിറപറയുടെ നേതൃത്വത്തിൽ നടത്തിയ ഏത്തവാഴ കൃഷിയുടെ വിളവെടുപ്പ് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു ഉദ്ഘാടനം നിർവഹിച്ചു. വിനയ് ഫോർട്ട് നായകനായി എത്തുന്ന പുതിയ ചിത്രം സംശയത്തിന്റെ ടീസർ പുറത്തിറങ്ങി. ഭാര്യ ഗർഭിണിയാണെന്ന് സന്തോഷത്തോടെ തന്റെ അച്ഛനെ പറഞ്ഞറിയിക്കുന്ന യുവാവ്, എന്നാൽ കുഞ്ഞിന്റെ ജനനവും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില സംശയങ്ങളും രസകരമായി അവതരിപ്പിച്ച സിനിമയാകും സംശയം. തിരുവനന്തപുരം മണലൂർ ഉറുമ്പിൻദേവർ ശിവക്ഷേത്രത്തിലെ നവീകരണ കലശത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. അവണങ്ങോട്ട് കളരി രഘുരാമ പണിക്കർ പ്രകാശനം നിർവഹിച്ചു. മണലൂർ തുള്ളൽ കളരി മണലൂർ ഗോപിനാഥ് ആദ്യ പത്രിക ഏറ്റുവാങ്ങി. തൃശൂർ വടക്കാഞ്ചേരിയിൽ സുരക്ഷാ കവചമായ മതിൽ പൊളിച്ചതിനെതിരെ പരാതി. നിരവധി വാഹനാപകടങ്ങൾ പെരുകുന്ന സാഹചര്യത്തിലാണ് വടക്കാഞ്ചേരി ഫൊറോന പള്ളിക്ക് മുമ്പിൽ നിർമ്മിച്ച മതിൽ നഗരസഭാ അധികൃതരുടെ ഒത്താശയോടെ പൊളിച്ചു നീക്കിയത്. 7 മീറ്ററോളം നീളമുള്ള മതിലാണ് പൊളിച്ചു നീക്കിയത്. തൃശൂർ മതിലകത്ത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മതിലകം യൂണിറ്റിന്റെ കെട്ടിടം ഉദ്ഘാടനം നടന്നു. മതിലകത്ത് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഹമീദാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. മലപ്പുറം കുറ്റിപ്പുറത്ത് തങ്ങൾപടിയിൽ 2 വീടുകളിൽ മോഷണം. അരപ്പവൻ സ്വർണവും 28,000 രൂപയും മോഷണം പോയി. കഴിഞ്ഞ ദിവസമാണ് വീടിന്റെ മുൻവശത്തുള്ള ഡോർ കുത്തിപ്പൊളിച്ച് മോഷ്ടാവ് അകത്ത് കടന്ന് മോഷണം നടത്തിയത്. തിരുവനന്തപുരം നെടുമങ്ങാടിൽ ബസ്സിനടിയിൽപ്പെട്ട യാത്രക്കാരി ചികിത്സയിലിരിക്കെ മരിച്ചു. ചെല്ലാങ്കോട് സ്വദേശി അനിതകുമാരിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം KSRTC നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിലാണ് അപകടം. ബസ്സിൽ നിന്ന് പുറത്തിറങ്ങവേ പുറകെ എത്തിയ ഫാസ്റ്റ് ബസ്സിനിടയിൽപ്പെട്ട എല്ലുകൾക്ക് സാരമായി പരിക്കേൽക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂരിൽ P. നരേന്ദ്രനാഥ് പുരസ്കാരം വിതരണം ചെയ്തു. ബാലസാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനകൾ നൽകിയവർക്കാണ് ബാലസാഹിത്യ സമിതി പുരസ്കാരം ഏർപ്പെടുത്തിയത്. പുരസ്കാരത്തിന് പ്രശസ്ത ബാലസാഹിത്യകാരനായ മുരളീധരൻ ആനാപ്പുഴ അർഹനായി. 10,000 രൂപയും പ്രശംസാപത്രവും മൊമെന്റോയുമാണ് അവാർഡിന്റെ ഉള്ളടക്കം. ആലപ്പുഴയിൽ വാർദ്ധക്യത്തിന്റെ ഒറ്റപ്പെടലിൽ കഴിയുന്ന വയോജനങ്ങൾക്കായി ഇടമൊരുക്കി ഒരു കൂട്ടം പ്രവർത്തകർ. കരുമാടി പടഹാരം ടാഗോർ കലാകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വ്യത്യസ്തമായ വയോജന സംഗമം സംഘടിപ്പിച്ചത്. ഒരു പകൽ മുഴുവൻ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. മലപ്പുറം എടപ്പാളിൽ ശുഗപുരം സ്വദേശിനി V. സ്വാതിയുടെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. സാഹിത്യകാരൻ വിജു നായരങ്ങാടി പുസ്തക പ്രകാശനം നിർവഹിച്ചു. സ്വാതിയുടെ കവിതാ സമാഹാരമായ ഉന്മാദ വിഷാദ ധ്രുവപാളങ്ങൾ എന്ന പുസ്തകമാണ് സാഹിത്യകാരൻ വിജു നായരങ്ങാടി പ്രകാശനം ചെയ്തത്. IPL-ൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി രാജസ്ഥാൻ റോയൽസ്. ടൈറ്റൻസ് ഉയർത്തിയ 210 റൺസ് വിജയലക്ഷ്യം 15 ഓവറിൽ മറികടന്നു രാജസ്ഥാന് വിജയം സമ്മാനിച്ചത് വൈഭവ് സൂര്യവംശിയുടെ മികച്ച പ്രകടനം. ടൈറ്റൻസിന് വേണ്ടി അർദ്ധ സെഞ്ചുറി നേടി ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ജോസ് ബട്ട്ലറും. 10 മത്സരങ്ങളിൽ നിന്ന് 3 ജയം മാത്രമുള്ള രാജസ്ഥാൻ നിലവിൽ പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്താണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ചരിത്രം കുറിച്ച രാജസ്ഥാൻ റോയൽസ് താരം വൈഭവ് സൂര്യവംശി. ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ സെഞ്ചുറി നേടിയാണ് താരം ചരിത്രം കുറിച്ചത്. IPL ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി. രാജസ്ഥാനിലെ SMS സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 35 പന്തിലാണ് വൈഭവ് സെഞ്ചുറി നേടിയത്.
അതിവേഗ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.